മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകിയത് തലയില്ലാതെ. സംസ്കാരം കഴിഞ്ഞ് പിറ്റേന്ന് റെയിൽവേ പാളത്തിൽ തല കിട്ടി. പോലീസിന് പറ്റിയത് വൻ അബദ്ധമോ അതോ ക്രൂരമായ അനാസ്ഥയോ? നാട്ടുകാരെ ഞെട്ടിച്ച് അസാധാരണ സംഭവം അരങ്ങേറിയിരിക്കുന്നു. ചേർത്തലയിൽ ട്രെയിൻ ഇടിച്ചു മരിച്ച നിലയിൽ കണ്ടെത്തിയ ഗൃഹനാഥന്റെ മൃതദേഹം തലയില്ലാതെ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ സംഭവത്തിൽ പട്ടണക്കാട് പോലീസ് പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വിട്ടു നൽകിയപ്പോൾ തല ശരീരഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്ന പോലീസിന്റെ നിരുത്തരവാദപരമായ ധാരണയാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് വഴിതെളിയിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരും തലയെക്കുറിച്ച് മിണ്ടിയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. വയലാർ കളയെഴുത്ത് മെറി വില്ലയിൽ KM വിജയനെ വയലാർ റെയിൽവേ സ്റ്റേഷന് സമീപം 9 രാവിലെയാണ് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത വിധം തകർന്നിരുന്നു. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പോലീസ് മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകി. 10-ാം തീയതി പള്ളിയിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ 11-ാം തീയതി രാവിലെ അപകടം നടന്ന റെയിൽവേ പാളത്തിന് സമീപത്ത് വെച്ചായിരുന്നു നാട്ടുകാർ വിജയന്റെ തല കണ്ടെത്തിയത്. ഇതോടെയാണ് പോലീസിന് സംഭവിച്ച ഗുരുതരമായ വീഴ്ച പുറം ലോകം അറിയുന്നത്. മൃതദേഹം കൈമാറുന്നതിന് മുമ്പ് എല്ലാ ശരീരഭാഗങ്ങളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട പ്രാഥമിക ഉത്തരവാദിത്തം പോലീസിനുണ്ട്. എന്നാൽ ഇവിടെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ തലയുണ്ടാകുമെന്ന ബാലിശമായ നിഗമനത്തിലാണ് ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചത്. തല കണ്ടെത്തിയതോടെ വീണ്ടും പോസ്റ്റ്മോർട്ടവും DNA പരിശോധനയും നടത്തേണ്ട അസാധാരണ സാഹചര്യം പോലീസിന് സൃഷ്ടിക്കേണ്ടി വന്നു. പിന്നീട് ഈ തല ശരീരഭാഗങ്ങൾ സംസ്കരിച്ച സ്ഥലത്ത് തന്നെ അടക്കം ചെയ്യുകയും ചെയ്തു. പോലീസിന്റെ ഈ അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാരും ബന്ധുക്കളും വലിയ പ്രതിഷേധത്തിലാണ്. ഡോക്ടർമാരും തലയില്ലെന്ന് തിരിച്ചറിഞ്ഞോ എന്നത് നിർണായകമാണ്. ഇല്ലെന്നാണ് പുറത്തുവരുന്ന സൂചന. എന്തുതന്നെയായാലും പോലീസിന് പറ്റിയ അമളി ചോദ്യം ചെയ്യപ്പെടുകയാണ്.